സ്ത്രീപീഡന കേസുകളിൽ മുഖം നോക്കാതെ നടപടിയെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ മന്ത്രി എ.കെ. ബാലൻ. വടക്കാഞ്ചേരി പീഡനത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് അനിൽ അക്കരെയാണ് അടിയന്തര പ്രമേയമായി നോട്ടീസ് നൽകിയത്. ജിതിൻ നൽകും വിവരങ്ങൾ. ജിതിൻ, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട സഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷത്തിന്റെ ആവശ്യം, ഒപ്പം തന്നെ എ.കെ. ബാലൻ പറഞ്ഞത്? ജിതിൻ, വിവരങ്ങൾ എങ്ങനെയാണ്? ജിതിൻ, കേൾക്കാമെന്ന് കരുതുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ സഭയിൽ നിന്നുള്ള? സോമ്യ, സംസ്ഥാനത്ത് ഗുണ്ടാ ആക്രമണങ്ങളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും വർദ്ധിക്കുന്നുവെന്നാരോപിച്ചാണ് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അനിൽ അക്കരെയാണ് പ്രതിപക്ഷത്തു നിന്നും ഇക്കാര്യം ഉന്നയിച്ച് ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയത്. പ്രധാനമായും വടക്കാഞ്ചേരി പീഡന കേസാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വടക്കാഞ്ചേരി പീഡന കേസാണ് അനിൽ അക്കരെ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ഉന്നയിച്ചത്. സംസ്ഥാനത്ത് നിലവിൽ അടുത്തിടെ 5 കേസുകളാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട് നടത്തിയതെന്നും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഈ കേസുകളിലെല്ലാം തന്നെ ജാഗ്രതയോടെ പോലീസ് അന്വേഷണം നടത്തി വരികയാണെന്നും എ.കെ. ബാലൻ പ്രതിപക്ഷത്തിന് മറുപടി നൽകി. കേസുകളെല്ലാം തന്നെ ഗൗരവത്തോടെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും എ.കെ. ബാലൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി നൽകി. അതേസമയം തന്നെ പോലീസ് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നായിരുന്നു അനിൽ അക്കരയുടെ ആരോപണം. നിലവിൽ പേരാമംഗലം പോലീസ് സ്റ്റേഷനിലല്ല യുവതി ആദ്യം പരാതി കൊടുത്തിരുന്നത്, മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലായിരുന്നുവെങ്കിൽ പേരാമംഗലം പോലീസ് സ്റ്റേഷനിലാണ് പരാതി എന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു. പോലീസ് ഇക്കാര്യത്തിൽ നിഷ്ക്രിയത്വം കാട്ടിയെന്നും ഇതിനെ സർക്കാർ ലാഘവത്തോടെയാണ് കാണുന്നത് എന്നും അനിൽ അക്കരെ ആരോപിച്ചു. ഒപ്പം യുവതി നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു എന്നും അനിൽ അക്കരെ ഈ ചർച്ചയ്ക്കിടെ പറയുകയുണ്ടായി. ഒപ്പം തന്നെ നേരത്തെ വടക്കാഞ്ചേരിയിലെ 3 CPIM കൗൺസിലർമാർ ഇടപെട്ട് കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. നേരത്തെ തന്നെ യുവതി മാധ്യമങ്ങളെ കാണാൻ വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നു. അന്ന് 3 ഇടത് കൗൺസിലർമാർ ഇടപെട്ട് അത് ഒത്തുതീർപ്പാക്കുകയായിരുന്നു എന്നും അദ്ദേഹം അനിൽ അക്കരെ പറയുകയുണ്ടായി. ഒപ്പം തന്നെ പേരാമംഗലം CI, ഗുരുവായൂർ ACP, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വനിതാ ADGP കേസ് അന്വേഷിക്കണമെന്നും അനിൽ അക്കരെ പറയുകയുണ്ടായി. ഇതിന് മറുപടി പറയവേ അനിൽ അക്കരയ്ക്ക് ഇക്കാര്യങ്ങളിലുള്ള പരാതികൾ ഇക്കാര്യത്തിൽ പറയാനുള്ളത് ACPയോട് നേരിട്ട് പറയാമെന്ന് മന്ത്രി എ.കെ. ബാലൻ പറയുകയുണ്ടായി. ഇതാണ് ഇപ്പോൾ വലിയ ബഹളത്തിന് കാരണമായിരിക്കുന്നത്. മന്ത്രിയുടെ പ്രസ്താവന സാമാന്യ മര്യാദയ്ക്ക് നിരക്കുന്നതല്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സൗമ്യ, ഇപ്പോഴും ബഹളം തുടരുകയാണോ? പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ എങ്ങനെയാണ് അടിയന്തര പ്രമേയത്തിൽ? സൗമ്യ, മന്ത്രി എ.കെ. ബാലന്റെ സഭയിലെ പ്രസ്താവന സാമാന്യ മര്യാദയ്ക്ക് നിരക്കുന്നതല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത്. അദ്ദേഹം പ്രസ്താവന പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ എന്തായാലും മന്ത്രി എ.കെ. ബാലൻ പ്രതിപക്ഷത്തിന് മറുപടി നൽകിക്കൊണ്ട് സഭയിൽ സംസാരിക്കുകയാണ്. സൗമ്യ, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.